ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കുറച്ച് പേര് എന്നോട് ചോദിച്ചു വജൈനയിൽ ടൈറ്റനിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന്. ഇന്നത്തെ വീഡിയോയിൽ വജൈന എങ്ങനെയാണ് ലൂസാവുന്നത്, ഇത് ലൂസാവാനുള്ള കാരണങ്ങൾ, ലൂസായി കഴിഞ്ഞാൽ വജൈന ടൈറ്റ് ആകാൻ പിന്നീട് സാധിക്കുമോ, അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഡൗട്ടുകളോ പ്രശ്നങ്ങളോ നിങ്ങൾക്ക് അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരമായേക്കാം. കൂട്ടുകാരെ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഗർഭകാലവും പ്രസവവും എല്ലാം സ്ത്രീകളിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇത്തരം മാറ്റങ്ങളിൽ ഒന്നാണ് വജൈനയിൽ വരുന്ന മാറ്റങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് വജൈന ലൂസാവുന്നത്. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രസവം മൂലം മാത്രമാണോ ഈ ഒരു വജൈന ലൂസാവുന്നത്? അല്ല. സ്ത്രീകളിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് വജൈന ലൂസായിക്കൊണ്ടിരിക്കും. സ്ത്രീ ശരീരത്തിൽ ഈസ്ട്രോജൻ്റെ അളവ് കുറയുമ്പോഴും വജൈന ലൂസായിക്കൊണ്ടിരിക്കും. ഇനി വജൈന ലൂസായിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? 3 വിരലുകൾ പ്രയാസമില്ലാതെ യോനിദ്വാരത്തിലേക്ക് കടത്താൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ യോനി ലൂസായിട്ടുണ്ട് എന്നാണ് അർത്ഥം. വജൈന ലൂസായിട്ടുണ്ടെങ്കിൽ ചില ടിപ്സുകളിലൂടെയും ചില എക്സസൈസിലൂടെയൊക്കെ നമുക്ക് ടൈറ്റാക്കി കൊണ്ടുവരാൻ സാധിക്കും. എന്തുകൊണ്ടാണ് യോനിക്ക് വികസിക്കാനും ചുരുങ്ങാനും പറ്റുന്നത്? യോനിയുടെ ഭിത്തികളിൽ ധാരാളം കണക്റ്റീവ് ടിഷ്യൂസ്, ഫൈബേഴ്സ്, ഇലാസ്റ്റിസിറ്റി ടിഷ്യൂസ്, കൊളാജൻ ടിഷ്യൂസ്, മസിൽ ഫൈബേഴ്സ് ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതൊരു റബ്ബർ ബാൻഡ് പോലെയാണ്. നമ്മൾ ഈ മുടികയിലൊക്കെ കൊടുക്കുന്ന റബ്ബർ ബാൻഡ് നമ്മളിങ്ങനെ വികസിച്ചെടുക്കുന്ന നമ്മൾ മുടിക്കനുസരിച്ച് അത് വികസിച്ച് വരുന്നത് കാണാം. ഇതുകൊണ്ടാണ് നമ്മുടെ ഡെലിവറി ടൈമുകളിലൊക്കെ ഒരു കുഞ്ഞിൻ്റെ തല വരാൻ പാകത്തിലൊക്കെ ഇത് വികസിക്കുന്നത്. നമ്മൾ വാങ്ങുന്ന അതേ ടൈമിലുള്ള റബ്ബർ ബാൻഡ് പോലെ ആയിരിക്കില്ല നമ്മൾ കുറേ ടൈം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിങ്ങനെ കുറച്ച് വലിഞ്ഞു കിടക്കുന്നത് കാണാം. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് പുഷൊക്കെ ചെയ്ത് പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ യോനിയിലെ ഇലാസ്റ്റിസിറ്റി കുറച്ച് വലിഞ്ഞു കിടക്കുന്നുണ്ട്, കുറച്ച് ലൂസായി കിടക്കുന്നുണ്ടാവും. 1-2 പ്രസവങ്ങളൊക്കെ കഴിയുന്ന അതിനനുസരിച്ച് മാറ്റങ്ങളും ഉണ്ടാവും. വജൈന ലൂസായി പോകുന്നു എന്നൊരു കാരണത്താൽ നമുക്ക് പ്രസവിക്കാതിരിക്കാനൊന്നും പറ്റില്ല. കാരണം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പ്രസവവും കുഞ്ഞൊക്കെ തന്നെ. ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷവും നൽകുന്ന ഒന്നാണ് നമുക്കൊരു കുഞ്ഞുണ്ടാവുക എന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് നൽകുന്ന ഒന്ന് തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗിക ആസ്വാദനവും. വജൈന ലൂസായി കഴിഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനും ആസ്വാദനം ലഭിക്കാത്ത ഒരവസ്ഥ വരും. സ്ത്രീകൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് സ്ത്രീ ശരീരത്തിലെ ഈസ്ട്രോജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മെനോപോസൊക്കെ ആവുമ്പോഴത്തേനും ഈസ്ട്രോജൻ നന്നായിട്ട് കുറയും. ഈ ഒരു സമയങ്ങളിൽ നമ്മളുടെ വജൈന താനെ ലൂസായിക്കൊണ്ടിരിക്കും. വജൈനയിലെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും യോനിയുടെ ടൈറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഈസ്ട്രജൻ ഹോർമോണാണ് സഹായിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടൊരു ഡൗട്ടാണ്, ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ടില്ല, പ്രായമൊന്നും ആയിട്ടില്ല, ബട്ട് ഒരുപാട് ബന്ധപ്പെടാറുണ്ട്, അതുകൊണ്ട് ലൂസായി പോകുമോ എന്ന്. അങ്ങനെ ഒരുപാട് ബന്ധപ്പെടുന്നത് കൊണ്ടൊന്നും വജൈന ലൂസാവുകയൊന്നുമില്ല. പക്ഷേ ആദ്യമായിട്ട് ബന്ധപ്പെടുന്ന ആദ്യത്തെ 1-2 ആഴ്ചകളിൽ ഉണ്ടാവുന്ന അതേ ഒരു ടൈറ്റ് പിന്നീട് ഉണ്ടാവില്ലെന്ന് മാത്രം. വജൈന ടൈറ്റാക്കി കൊണ്ടുവരാൻ സാധിക്കുന്ന കുറച്ച് ടിപ്സുകളും എക്സസൈസുകളും ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ത്രീ ശരീരത്തിലെ ഒരു സ്ത്രീ യോനിയിലെ ടൈറ്റ്നെസ്സും തിക്നെസ്സും നിലനിർത്തുന്നത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഈസ്ട്രോജൻ ഹോർമോണാണെന്ന്. ഈ ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് യോനി ലൂസാവുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ചർമ്മ സംരക്ഷണത്തിനും ഈ ഒരു ഈസ്ട്രോജൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈസ്ട്രോജൻ കുറയുന്നതിനനുസരിച്ച് നമ്മളുടെ ചർമ്മങ്ങൾ ചുളിയാൻ തുടങ്ങും. നമ്മളെ കൈകാലുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചുളിഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇത് ഈസ്ട്രോജൻ്റെ കുറവ് മൂലമാണ്. ഈ 2 കാര്യങ്ങളും പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് നമ്മൾ ഈസ്ട്രോജൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മളുടെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. എന്താണ് ഈസ്ട്രോജൻ, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഈസ്ട്രോജൻ അടങ്ങിയത് എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായി തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പോയിട്ട് കാണുക. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. 1-2 ഡെലിവറിക്കൊക്കെ ശേഷം
വജൈന ലൂസായിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഒരു 30 വയസ്സിനൊക്കെ ശേഷം നമ്മളുടെ ഈസ്ട്രജൻ കുറഞ്ഞു വരും. ഈ ഒരു സമയങ്ങളിലും നിങ്ങളുടെ വജൈന ലൂസാവാതിരിക്കാനും ഇനി ലൂസായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഈസ്ട്രജൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നതാണ്. പിന്നെ വജൈന ടൈറ്റ് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്രീമുകളും ലോഷൻസുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്നും അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്നും എനിക്കറിയില്ല. വജൈനൽ ടൈറ്റ്നസ് നിലനിർത്താൻ വേണ്ടി എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. കീഗൽ എക്സസൈസ്, ഈ ഒരു വ്യായാമം ചെയ്യുന്നത് കൊണ്ട് വജൈനൽ മസിലുകൾക്ക് ഉറപ്പും ബലവും നൽകാൻ സഹായിക്കും. കോൺ എക്സസൈസ്, ലെഗ്സപ്പ് എക്സസൈസ് ഇതൊക്കെ വളരെ നല്ലതാണ്. ലേസർ തെറാപ്പിയും ഇതിന് നല്ലതാണ്. വൈറ്റമിൻ ഇ അടങ്ങിയ കറ്റാർവായ യോനി ഭാഗത്ത് തേക്കുന്നത് നല്ലതാണ്. യോനി ഭാഗത്തുണ്ടാകുന്ന വരൾച്ച നീക്കാൻ ഇത് സഹായിക്കുന്നതാണ്. നെല്ലിക്ക പലതരം രോഗങ്ങൾക്കും പരിഹാരമാണ്. നെല്ലിക്ക അരിഞ്ഞ് അല്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കുക. ഈ വെള്ളത്തിൽ നിന്ന് അല്പം 2 നേരം വജൈനൽ ഭാഗത്ത് പുരട്ടുക. അടുപ്പിച്ച് ചെയ്താൽ ഗുണം കിട്ടുന്നതാണ്. വൈറ്റമിൻ ഇ ഓയിൽ, വൈറ്റമിൻ ഇ അടങ്ങിയ ക്യാപ്സ്യൂൾ ഇതൊക്കെ നമ്മളുടെ ശരീരത്തിന് ഇലാസ്റ്റികത നൽകുന്നതാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടാതെ നമ്മളുടെ വജൈനക്കുള്ളിലേക്ക് കടത്തി വെച്ച് അല്പനേരത്തിന് ശേഷം തിരിച്ചെടുക്കുക. ഇത് വജൈന ടൈറ്റ് ആവാൻ സഹായിക്കുന്നതാണ്. ആപ്പിൾ വിനീഗർ വജൈന ഭാഗത്ത് പുരട്ടുന്നതും കുടിക്കുന്നതും വജൈന ടൈറ്റ് ആവാൻ സഹായിക്കുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞു തന്ന കുറച്ച് ടിപ്സുകളുണ്ട്. ഈ ഒരു ടിപ്സുകൾ ചെയ്താൽ പൂർണ്ണമായിട്ടും ടൈറ്റ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും. ഈ ടിപ്സുകളിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ എക്സസൈസും അതോടൊപ്പം ഈസ്ട്രജൻ അടങ്ങിയ ഭക്ഷണങ്ങളും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെറുതല്ല വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ സഹായിക്കും. നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ ചർമ്മ സംരക്ഷണത്തിനും നിങ്ങളുടെ വജൈനയുടെ ആരോഗ്യത്തിനും ടൈറ്റനിങ്ങിനും ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ്. ഞാൻ ഇതിൽ പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളെ മുന്നിൽ എത്തുന്നത് വരെ ബൈ ബൈ.